എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ഒരു ചേച്ചി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴാണ് ഇടാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ ഈ ഒരു ആപ്പിൾ ഇപ്പം നമ്മൾ സ്വീഡിഷ് ആപ്പിൾ കേക്ക് എന്ന് പറയുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആപ്പിൾ കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ പല രീതികളിൽ നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ലെയേർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെയർ ആക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ടോ ആപ്പിൾ ഇട്ടിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേക്കിന് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്ത കേക്കിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ തൊലിയും കളയുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള അരിയും കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുഭാഗവും അരിയും ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആപ്പിൾ എടുക്കുക. അപ്പോൾ 2 ആപ്പിൾ മതിയാകും 1 കിലോ കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് കുറച്ച് വലിയ സുഷിരങ്ങളിലൂടെ ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആപ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ജ്യൂസി ആയിട്ടുള്ള ആപ്പിൾ എടുക്കുക. അതുപോലെ ജ്യൂസ് കുറവുള്ള ആപ്പിൾ എടുക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ നല്ല ഫ്ലഷുള്ള അതുപോലെ തന്നെ മധുരമുള്ള ആപ്പിൾ എടുക്കുമ്പോഴാണ് ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ഫ്രിഡ്ജിലിരിക്കുന്ന ആപ്പിൾ ആണെങ്കിൽ നിങ്ങൾ പുറത്തെടുത്ത് വെച്ചിട്ട് നോർമലായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ പട്ട പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആപ്പിൾ കേക്ക് നമ്മൾ ചെയ്യുമ്പം അതിൽ നല്ലൊരു സിനമണിൻ്റെ ഫ്ലേവർ കാണും. അപ്പോൾ ആ ഒരു സിനമൺ ഫ്ലേവർ ആണ് ഈ ഒരു കേക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതുകൂടാതെ തന്നെ കുറച്ച് പഞ്ചസാര, അതായത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ടുള്ള പട്ട പൊടിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ നമ്മൾ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ആപ്പിൾ കേക്ക് പോലെ തന്നെ നമ്മൾ പിയർ വെച്ചിട്ടും ഇതുപോലെ വളരെ പണ്ട് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതേ ഒരു മോഡലിൽ തന്നെയാണ് ഈ ഒരു കേക്കും തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ വേണം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 240 ml ഒരു കപ്പാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1-2 നുള്ള് ഉപ്പ് മതിയാകും. പിന്നെ നമ്മൾ ഇതിലേക്ക് വാനില എസൻസിന് പകരം ഞാനിവിടെ വാനില ഷുഗറാണ് ചേർക്കുന്നത്. അപ്പോൾ വാനില ഫ്ലേവറുള്ള ഷുഗറാണ്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ആണെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പും ബേക്കിംഗ് പൗഡറും വാനില ഷുഗറുമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുകയോ ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിക്സിയോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇത് നമ്മൾ ഹൈ സ്പീഡ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല ക്രീമി ആയിട്ട് ഇതിൻ്റെ വോള്യൂം ഒന്നുകൂടെ ഇരട്ടിക്കും ഈ ഒരു മുട്ട. അപ്പോൾ മുട്ട ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയുന്ന വരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ഒന്ന് ക്രീമി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ
1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഓയിൽ എന്ന് പറയുന്നത് പകുതി ബട്ടറും പകുതി വെജിറ്റബിൾ ഓയിലും ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പാണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു കേക്ക് കുക്കറിലും അതുപോലെ തന്നെ ഓവനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുക്കറിൽ ചെയ്യുന്ന ഒരുപാട് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും എണ്ണയും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടി ഇട്ടിട്ട് നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് ഇട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ലോ സ്പീഡിലിട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഓവനിലാണ് തയ്യാറാക്കുന്നത്. അപ്പം ഓവനിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിലും കുക്കറും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അല്ല നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ അതും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവനിൽ 180 ഡിഗ്രിയിലാണ് വെക്കുന്നത്. അതായത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ടായിട്ടുള്ള കേക്ക് ടിന്നാണ് എടുക്കുന്നത്. അപ്പോൾ കേക്ക് ടിന്ന് നിങ്ങൾ ഓയിൽ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് കുറച്ച് മൈദ കൂടിയിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്യുകയോ എടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പകുതി മാവ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലെയേർഡായിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പകുതി മാവ് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ. ഇനിയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വളരെ സൂക്ഷിച്ച് നിരത്തി കൊടുക്കുക. നിരത്തി കൊടുക്കുമ്പോൾ ഈ ഒരു ആപ്പിൾ താഴേക്ക് പോകാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക, ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്. അപ്പോൾ ബാറ്റർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് അളവിനെടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് താഴേക്കൊന്നും പോയില്ല, നടുക്ക് തന്നെ നിൽക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഈ ഒരു ആപ്പിൾ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത് ഫ്രൂട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 3 ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ചെയ്യാറുണ്ട് സ്ഥിരം, ഞാൻ ഈ ഒരു കേക്ക് ചെയ്യാറുള്ളതാണ്. അതുപോലെ പിയർ വെച്ചിട്ട് ചെയ്യാം, അതുപോലെ ബ്ലൂബെറി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ബ്ലൂബെറി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂബെറിയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ഒരു സോസ് പോലെ ആക്കിയിട്ട് ഇതിനെ നടുക്കൊഴിച്ചു കൊടുത്തു. അതും അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കേക്കാണ്. അത് ഞാൻ ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബാക്കി വന്ന പഞ്ചസാരയും ആപ്പിളിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഈ ഒരു ബാറ്റർ ഒന്ന് ഫില്ലാകുന്ന രീതിയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഒരു സ്പാറ്റില വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമിൻ്റെ ഫ്ലേക്സ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ടും വേണമെങ്കിൽ ആപ്പിൾ കട്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്വീഡിഷ് ആപ്പിൾ കേക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അത് പല രീതിയിൽ ചെയ്യാറുണ്ട്. ആപ്പിൾ മുഴുവനെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നിരത്തിയിട്ടാണ് സ്വീഡിഷ് ആപ്പിൾ കേക്ക് ചെയ്യുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ല ടേസ്റ്റിൽ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചൂടായി കിടക്കുന്ന അവനിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ OTG ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 കോയിലും ഹീറ്റാക്കിയിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കൺവെക്ഷൻ മോഡിലാണെങ്കിൽ നിങ്ങൾ കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ
40 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക 40 മുതൽ 50 മിനിറ്റ് വരെ ഇത് ചില അവനിൽ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 40 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ക്ലീൻ ആയിട്ട് വരാണെങ്കിൽ കേക്ക് റെഡിയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇതിൻ്റെ നടുക്ക് ശരിക്കും ഒരു ഫ്രോസ്റ്റിങ്ങിൻ്റെ പോലെ ഒരു ആപ്പിൾ സോസ് പോലെ ആ ഒരു ആപ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതൊരുപാട് തണുത്തിട്ടില്ല, ഇപ്പോൾ നല്ല ചൂടായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇതിന് മുകളിലായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്